ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഞങ്ങളൊരു റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനും മോനും കൂടെയാണ് പോണത്. ഉണ്ണേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കയറിയിട്ടാണ് വരുന്നത്. ഇന്നത്തെ റിസപ്ഷൻ ഉണ്ണേട്ടൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മോൻ്റെതാണ്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ്. അപ്പോൾ കല്യാണം ഇന്നലെ കോഴിക്കോട് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. ഇന്നിപ്പോൾ റിസപ്ഷൻ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മോനും കൂടെയാണ് പോണത്. ഉണ്ണേട്ടൻ ജോലി സ്ഥലത്തു നിന്ന് അവിടെ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. മോൻ വിളിക്കുന്നുണ്ട്, അവൻ വണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കാണാം. ഉണ്ണേട്ടൻ്റെ ചേച്ചി അനിയത്തിമാരും എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവും. അപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കട്ടെ. പല തരത്തിലുള്ള ജ്യൂസുകളാണ് കേട്ടോ. ഗുവ, ഗ്രേപ്പ്, മുസമ്പി, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. ഇനി ഹോളിലേക്ക് പോവാം. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ കുറേ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അകത്തേക്ക് ഹോളിലേക്ക് പോവാം. ഉണ്ണേട്ടൻ്റെ കസിൻ ബ്രദറാണെങ്കിലും ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളും ആണ്. അവരുടെ മോൻ്റെതാണ് കല്യാണം. ഉണ്ണേട്ടൻ്റെ അമ്മയുടെ ഒരുവിധം റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ പറ്റും. കാരണം അവരെല്ലാവരും ഈ കല്യാണ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു വിശേഷം ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളുടെ ഫാമിലി ഫുള്ളായിട്ട് കൂടാറുള്ളത്. അപ്പോൾ എല്ലാവരെയും കാണാം. ഉണ്ണേട്ടൻ്റെ അനിയത്തിമാരൊക്കെയാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇത് ചെറിയ അനിയത്തിയാണ്. ഇത് മറ്റൊരു അനിയത്തിയാണ്. അവിടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. ചേച്ചി എത്തിയിട്ടില്ല. ചേച്ചി അടുത്തെത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എത്തിയിട്ട്. ഓഡിറ്റോറിയം ഫുള്ളായിട്ടും ഭക്ഷണത്തിൻ്റെ ഹോള് ഫുള്ളായിട്ടും ആൾക്കാരുണ്ട്. ഭക്ഷണത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒന്ന് കുറയട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഭക്ഷണത്തിൻ്റെ ഹോള്. കണ്ടില്ലേ തിരക്ക്. ആൾക്കാർ സീറ്റ് ഒഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്രയും ഗ്രാൻഡായിട്ട് തന്നെയാണ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തിയിട്ടുള്ളത്. എന്നാലും തിരക്കുണ്ട്. കാരണം ഓരോ സെക്ഷനാക്കിയിട്ട് അത്രയും പേർക്ക് വിളമ്പി കൊടുക്കാൻ വരെ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുള്ള ഫുഡാണ്. പക്ഷെ എന്നിട്ടും നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. വെജിന് വേറെ സെക്ഷനാട്ടോ. അപ്പോൾ ഞങ്ങൾ നോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പൊറോട്ട, പത്തിരി, വെള്ളപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഗീ റൈസും കുറച്ച് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ കൊടുത്തു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മറ്റ് ഐറ്റംസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാലഡ്, ഫ്രൂട്ട് സലാഡാണ്, അത് കഴിച്ചു. വെജിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഗോബി ചില്ലി, ഗോബി മഞ്ചൂരി, അങ്ങനെ കുറേ ഫ്രൈഡ് റൈസ്, ഗീ റൈസൊക്കെ അവിടെയുണ്ട്. പിന്നെ ഒരുപാട് വേറെയും വെജ് ഐറ്റംസ് കണ്ടു. ഞങ്ങൾ ഏതായാലും നോണാണ് കഴിച്ചത്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്ക് ഇവിടെ ഐസ്ക്രീം സെറ്റാക്കിയിട്ടുണ്ട്. ഐസ്ക്രീമുണ്ട്, ജിലേബി ഉണ്ട്, ക്യാരറ്റ് ഹൽവ ഉണ്ട്. അങ്ങനെ കുറേ മധുര പലഹാരങ്ങളും ഐറ്റംസായിട്ട് വേറെയുണ്ട്. പിന്നെ കുറേ
കോഫീസ് ഒരുപാടെണ്ണം ഉണ്ട്. ഏതെങ്കിലും അപ്പോൾ ഞാൻ ഐസ്ക്രീമും വാങ്ങി, ക്യാരറ്റ് ഹൽവ വാങ്ങി. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് സമയം കൂടി ഹോളിലിരുന്നു. അപ്പോൾ വധൂവരന്മാരുടെയൊക്കെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ. പെൺകുട്ടിയുടെ കോസ്റ്റ്യൂം ഒരു ലാവണ്ടർ നിറത്തിലുള്ള ഒരു ഗൗണാണ്. മോൻ കൂടെ ഉള്ളതുകൊണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവൻ തന്നെയാണ് കേട്ടോ എടുത്തു തന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കണ്ടു, സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ റിലേറ്റീവ്സിനെ കണ്ടു കേട്ടോ. പരിചയമുള്ള ആൾക്കാരും കുറേ ഉണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും സംസാരിച്ചു, എല്ലാവരും കണ്ടു, ഹാപ്പിയായി. ഇനി ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പുറത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തതാണ്. നല്ല സൗകര്യമുള്ളൊരു ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ. കാർ പാർക്കിങ്ങും ഒക്കെ നല്ല ഇതായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട്. 3000 ആളൊക്കെ ഉള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പം ഇന്നത്തത്. എന്നാലും അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ തിരക്കായിട്ടൊന്നും തോന്നിക്കണില്ല. കുറച്ച് അത്ര ഉള്ളതിൻ്റെ ഒരു ഇതുണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സംഭവമില്ല. അത്രയും സൗകര്യമുള്ളൊരു ഓഡിറ്റോറിയം തന്നെയാണിത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.